ഖുൽജാ സിം സിം കണ്ടോ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? വെറൈറ്റി കളേഴ്സ്. ഇങ്ങനെ കാണുമ്പോൾ തോന്നും കുറച്ച് പ്ലെയിൻ മെറ്റീരിയൽസ് ഇരിക്കുമെന്ന്. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നേവി ബ്ലൂ, ഗ്രീൻ, കോഫി ബ്രൗൺ, ഒരു ലൈറ്റ് വയലറ്റ്, ലാവൻഡറിനൊക്കെ കുറച്ചുകൂടി ഡാർക്ക്, നമ്മുടെ ബർഗണ്ടി കളറും അല്ല, പർപ്പിളിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു വാടാമല്ലി കളറിൻ്റെ ആ ഒരു കളറ്, ബ്ലാക്ക്, വയലറ്റ്, അതായത് ഡാർക്ക് വൈൻ കളറ്, പിന്നെ ഡാർക്ക് മെറൂൺ, ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ബർഗണ്ടിയിലേക്ക് എത്തിയിട്ടില്ല ഒരു കളറ്. ഇത് കാണുമ്പോൾ എല്ലാം സിമ്പിളായിട്ട് പ്ലെയിൻ മൊഡാൽ പോലെ തോന്നുന്നില്ലേ? പക്ഷെ അതല്ല, ഇതിലെല്ലാം ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് മാത്രമല്ല, മൊഡാൽ സിൽക്കിലെ വെറൈറ്റീസ്. അപ്പോൾ ഫെസ്റ്റിവൽ സ്പെഷ്യലായ അതുണ്ട്. പിന്നെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ പതിവിന് വിപരീതമായിട്ട് ട്യൂസ്ഡേയിൽ ചുരിദാർ മെറ്റീരിയൽസുമായിട്ട് വന്നിരിക്കുകയാണ്. ഒട്ടും പരിഭ്രമിക്കേണ്ട, പിണങ്ങരുത്. നാളെ വെനസ്ഡേ റെഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതും ഇഷ്ടമായി എന്ന് പറഞ്ഞു. കാരണം ബോട്ടം ദുപ്പട്ട അങ്ങനെ തപ്പി നടക്കേണ്ട സെറ്റ് വരും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം വരും കേട്ടോ, ഓരോന്നും വരും. അപ്പോൾ നമുക്ക് ഇത് ഇഷ്ടമുള്ളവർക്ക് ഫെസ്റ്റിവൽ സ്പെഷ്യലായിട്ട് ഈ ഒരു ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇത് കഴിഞ്ഞ ശേഷം അടുത്ത മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിക്കൻ കാരി അതിൽ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടി കുറച്ച് പീസ് പ്രസൻറ്റ് നമ്മൾ മിനിമം കൊണ്ടുവരുന്നുണ്ട്. റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് വരാൻ കുറച്ച് സാവകാശം എടുക്കും. അപ്പോൾ അത് വരും കേട്ടോ, അത് വരും. അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് ഓരോന്ന് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ഇന്നത്തേലെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്ലെയിനും തോന്നും. ഞാൻ അതിൻ്റെ ദുപ്പട്ടാസ് ആദ്യം എടുത്ത് കാണിക്കാം. എല്ലാ 8 കളേഴ്സിലും നല്ല ഭംഗിയിൽ ഒരു വെറൈറ്റി മോഡലാണ്. ഇത് മൊഡാൽ സിൽക്കിൽ തന്നെ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മിസ്സാക്കണ്ട. പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, അങ്ങനെ. അഥവാ ഏതെങ്കിലും കിട്ടിയില്ലെങ്കിലും, കാരണം എല്ലാം ഭംഗിയുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, അത്രത്തോളം ഭംഗിയുണ്ട് അതിന്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് പറയാം. ടോപ്പ് 2.6 മീറ്റേഴ്സ്, 2.60. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞാൽ 2.70 വരുന്നുണ്ട്. എന്നാലും ഞാൻ 2.60 എന്നേ പറയുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ എല്ലാ സെറ്റും നമ്മൾ അളന്നിട്ടില്ലല്ലോ. 2.6. ബോട്ടം വരുന്നത് 2.25. സ്ലബ് സിൽക്കിലാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് 2.6. അപ്പോൾ ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും ഒരേ സൈസിൽ വരുന്നുണ്ട്. അത് രണ്ടും നല്ലൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ദുപ്പട്ട കാണാം. ഇതാണ് അതിലെ ദുപ്പട്ട, നേവി ബ്ലൂ വരുന്ന ദുപ്പട്ട. അപ്പോൾ ഇതാണ് സെറ്റിൻ്റെ ഒരു നേവി ബ്ലൂവിൽ വരുന്ന ടോപ്പ്, ബോട്ടം, ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. പ്യുവർ മൊഡാൽ സിൽക്കാണേ, സെമി മൊഡാൽ അല്ല, പ്യുവർ മൊഡാൽ സിൽക്ക്. റേറ്റ് വരുന്നത് 2990, 2990 രൂപ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. ഇത് ടോപ്പല്ല, ദുപ്പട്ടയാണ്. കണ്ടോ? ഇനി അതിൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതിന് വേറൊരു ഗുണമുള്ളത്, ഇതിപ്പോൾ നമ്മൾ ദുപ്പട്ട ഇങ്ങനെ, ഞാൻ ടോപ്പ് കാണിച്ചു തരാം. ടോപ്പ് വരുന്നത് പ്യുവർ മൊഡാൽ സിൽക്കിലാണ്. അപ്പോൾ ബ്ലൂ ലവേഴ്സ് മിസ്സാക്കണ്ട. ടോപ്പിൻ്റെ ഇതാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ഇത് കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ലെങ്ത്ത്. പക്ഷേ എനിക്കൊക്കെ ഇത് ഫുൾ ലെങ്ത്ത് ആയിരിക്കും. ഇത് കണ്ടോ? ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് വെച്ച് കാണിച്ചു തരാം അതിൻ്റെ ഭംഗി. പ്യുവർ മൊഡാൽ സിൽക്കാണേ. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. ആ ദുപ്പട്ടയിൽ വരുന്ന അതേ ഡിസൈനാണ് ഇത് ദാമൻ ഏരിയയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇത് താഴോട്ട് ചെയ്യുന്നതന്നെ നല്ലത്. ഇനി തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അതിന് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ? ഇങ്ങനെ കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെയും. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ അങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഈ ദുപ്പട്ടയും കൂടെ ശരിക്കും നല്ല ഭംഗിയില്ല, ഡെലിക്കേറ്റ് ഒരു സെറ്റിനെ ഞാൻ വിശദമായി പറഞ്ഞ് കാണിച്ചു തരാം. പിന്നെ കളേഴ്സ് കാണിച്ചു പോയാൽ പോരെ. ഇതുണ്ടോ? അത്രത്തോളം വിഡ്ത്തും ലെങ്ത്തും ഒക്കെയുള്ള മൊഡാൽ സിൽക്ക് ദുപ്പട്ടയാണ്. അപ്പോൾ ശരിക്കും ഇത് 2.70 ഉണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ശരിക്കും ഇത്രയും ആവശ്യമില്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീവിലേക്കോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. ടാസൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും അതിന് മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിനെ ദാമൻ ഏരിയയിലല്ല തിരിച്ച് വെച്ച് കാണിച്ചു. ശരി, ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ആ ദുപ്പട്ടയുടെ ഭംഗി ഒന്നും കൂടെ അറിയാം. 2 തരത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ആരും ഹെൽപ്പ് ചെയ്യാനൊരാളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടെന്ന്. കാരണം ഇതിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നൊരു മെറ്റീരിയലും ഇങ്ങനെ വരുന്നു. ഇതാണ് ഇതിൻ്റെ വ്യൂ. കറക്റ്റ് അപ്പോഴത്തേക്കും അത് പോകുന്നുണ്ട്. കറക്റ്റ് ആവുന്നുണ്ടോ? ഇങ്ങനെ വരുന്നു. ഞാൻ എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സ്ലബ് സിൽക്കിലാണ്.
2.25 മീറ്ററാണ് ഇതിൽ വരുന്നത്. 2990 2990 ഇങ്ങനെ വരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇനി ദാമൻ ഏരിയയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ തുടക്കത്തിൽ എല്ലാത്തിൻ്റെ ഒന്ന് പറയട്ടെ. ഈ ദുപ്പട്ട ഇത്ര സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് ലെങ്ത് വൈസ് ഇത്ര വിടുത്തും ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടെ യോക്ക് പോലെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. കാരണം 2.60 2.70 ഉണ്ട്. ഇനി 2 സൈഡ് ഇടേണ്ടവർക്കും ലെങ്ത് ദുപ്പട്ട ഇടേണ്ടവർക്കും ആണെങ്കിലും ഇഷ്ടം പോലെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഇനി വേറൊരു ചോയ്സ് ഉള്ളത്, ഇനി ഇതിൽ രണ്ടും വെറൈറ്റി 2 ടോപ്പായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ 2 പേർക്ക് കൂടി അങ്ങനെ വാങ്ങണമെങ്കിൽ അന്നേരം ദുപ്പട്ട ഉണ്ടാവില്ല. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഒരു കോളർ നെക്ക് വെച്ചൊരു എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തിയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്യുവർ മൊഡാൾ സിൽക്കിൽ വരുന്ന ഫസ്റ്റ് സെറ്റ്, നേവി ബ്ലൂ കളറിൽ 2990 2990 രൂപ. അപ്പോൾ ഏറ്റവും റീസണബിളായ റേറ്റിൽ, കാരണം ഇത് പ്യുവർ മൊഡാലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ വരിക വാഷബിൾ ആണോ എന്നുള്ളത്. നമ്മൾ സിൽക്ക് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ വാഷബിൾ എന്ന് തന്നെയാണ് മൊഡാൾ സിൽക്കിനെ പറയാറ്. പക്ഷേ നമ്മളതിന് വാഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും മെഷീൻ വാഷ് പാടില്ല. മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ശ്രദ്ധയോടുകൂടി കഴുകുക, അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി സ്കിപ്പ് ചെയ്യാതെ കാണണം. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ കളറിൽ. അപ്പോൾ അതിലാദ്യം ദുപ്പട്ട കാണിച്ചില്ല. ഇതിൽ ബോട്ടം ഒന്ന് കാണിച്ചു തരട്ടെ. സ്ലെബ് സിൽക്കിലാണ് ഈ ബോട്ടം വരുന്നത്. ഇങ്ങനെ വരുന്നു. ഒരുപാട് തിക്കല്ല ബോട്ടം. നമ്മൾ സ്ലെബ്സ് നല്ലൊരു, നമുക്കറിയാലോ സ്ലെബ് സിൽക്കിൻ്റെ ഇതിൽ. അപ്പോൾ ഇതങ്ങനെ വരുന്നു. ലൈനിങ് വെക്കേണ്ടവർക്ക് വെക്കാം, ഓപ്ഷണലാണ്. ഇതെങ്ങനെ വരുന്നു. നമ്മൾ നോർമൽ റെഡിമെയ്ഡും ബോട്ടം ഒക്കെ വരാറില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇതിൽ വരുന്നത്. ഇനി അതിൻ്റെ ബാക്ക് പീസ് കാണിച്ചത്, അത് ഞാൻ ഈ ഗ്രീനിൽ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് പീസിലാണ് ദാമൻ ഏരിയയിൽ വർക്ക് വരുന്നത്. ഗ്രീൻ വരുന്നതിൻ്റെ ദുപ്പട്ട കണ്ടോ, ഇതാ ഇങ്ങനെ. ഇതിനി ഫുൾ വിടുത്തിയിട്ട് കാണിക്കണ്ടല്ലോ, കാണിക്കണോ? കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഒഴുകി പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് കുറച്ച് പിടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇത് കണ്ടോ, ഇതാണ് ദുപ്പട്ട. പ്രീമിയം പാർട്ടി വെയർ ദുപ്പട്ട എന്ന് തന്നെ പറയാവുന്നതാണ്. ഇത് ഫുൾ വിടുത്തിയിട്ടില്ല കേട്ടോ, ഞാൻ സെൻറ്ററിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കാരണം ഇതാണ് ഹാഫ്, ഇതാണ് ഹാഫ്. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്രത്തോളം ഇങ്ങനെ നല്ല പ്യുവർ മൊഡാൽ. മൊഡാൾ സിൽക്കിന് നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും ഒക്കെയാണ്, ഒതുങ്ങി നിൽക്കാൻ നല്ലത് അതാണ്. പിന്നെ ക്രേപ്പ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് നല്ല ബ്ലൗസ് പീസ് ലൈനിങ് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ അന്ന് പറഞ്ഞില്ലേ എൻ്റെ മെറൂൺ ടോപ്പ് കാണിച്ചു തന്നപ്പോൾ ഞാനതിൽ ബ്ലൗസ് പീസാണ് വെച്ചത്. അപ്പോൾ ക്രേപ്പ് ഓക്കെ ആണെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ ലൈനിങ് വെച്ച് ചെയ്യുകയാണ് നല്ലത്, കാരണം പറ്റ ഒട്ടിക്കിടക്കാതിരിക്കും. അതിൻ്റെ തിക്നെസ് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വരുന്നു. ഏറ്റവും സോഫ്റ്റായ പ്യുവർ മൊഡാൾ സിൽക്കാണ്. അതിൽ ഗ്രീൻ കളറിൽ ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദാമൻ ഏരിയയിലേക്ക് വർക്ക് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. തിരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഫുള്ള് പിടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ലെബ് സിൽക്ക് 2.25 2990 2990. അപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ. ഗ്രീനാണ് ഇപ്പോൾ കാണിച്ചത്. ദുപ്പട്ട ഓക്കെയാണ്, ഫുൾ ഓപ്പൺ ചെയ്യണം. ഇനി ഇങ്ങനെ വരുന്നു ഇത് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ വ്യൂ. ഇത് ഇനി ടോപ്പിൽ ഫ്രണ്ട് പീസ് കണ്ടോ, ഇതാ ഫ്രണ്ടിൽ താഴെ കണ്ടോ ഇങ്ങനെ വർക്ക്. അപ്പം തിരിച്ച് വേണമെങ്കിൽ യോക്ക് പോലെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ബാക്ക് പീസ് പ്ലെയിനാണ് വരുന്നത്. ഇങ്ങനെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. 2.60 2.70 വരുന്നുണ്ട്. അപ്പം അതാണ് സെക്കൻഡ് കളർ, ഗ്രീൻ കളറിൽ. അതങ്ങനെ. നെക്സ്റ്റ് തേർഡ് കളർ വരുന്നു കോഫി ബ്രൗൺ. എല്ലാം വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി കളേഴ്സിൽ ഇതാ കോഫി ബ്രൗണിൽ ഇങ്ങനെ വരുന്നു. അത് ടോപ്പ്, ഇത് ബോട്ടം. അതിൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഒരു ഡിജിറ്റൽ പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. മൊഡാൾ സിൽക്കിൽ നല്ലൊരു പുതിയൊരു ഐറ്റമാണ്. ഇങ്ങനെ വരുന്നു. ഇതാണ് ദുപ്പട്ട. ഇത് കണ്ടോ, കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇനി അതിൻ്റെ ടോപ്പ് കാണാം. 2990 2990 റേറ്റ് വരുന്നത്. പ്യുവർ മൊഡാൾ സിൽക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അവർ ഓർഡർ എടുത്ത് കട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ സാവകാശം വരും ഒരു നമ്പറിൽ. ഈ ചുരിദാർ സെറ്റ് ആകുമ്പോൾ എല്ലാം അവരിങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് പേയ്മെൻറ്റ് വരുന്ന മുറയ്ക്ക് വേഗം എടുത്തു പോകും. 3 നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ കൺഫേം ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം താമസം വന്നാലാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് ചില ഐറ്റംസൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ പോലെ മറ്റേ കട്ടിങ്ങിനൊക്കെ സമയം പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ശ്രദ്ധിക്കണം വേണ്ടത്. എന്നാൽ ചിലത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതാവും എന്നുള്ളത്. അതിൻ്റെ ഹാഫാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ വരുന്നു.
ഇതാണ് ആ സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. കോഫി ബ്രൗൺ കളറിലാണ് വരുന്നത്. ക്ലോസ് വ്യൂവും കൂടെ കൊടുത്തായിരുന്നു. ഇങ്ങനെ വരുന്നു. താഴേക്ക് നല്ലൊരു കോഫി ബ്രൗണിനോട് ചേരുന്ന ആ ഒരു പാറ്റേണിലാണ്. ബോട്ടം വരുന്നത് സ്ലബ് സിൽക്കിൽ 2990. ഫുള്ള് ഇനി ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയുമോ, ഇത് പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അങ്ങനെ ഒരാളിങ്ങനെ അങ്ങ് ഇട്ട് തന്നാൽ ഇനി ഇവരുടെ നോമ്പ് കഴിയണം. പെരുന്നാൾ കഴിഞ്ഞാലേ നമുക്ക് രാത്രിയിലേക്ക് ഒരാളെ കിട്ടുള്ളൂ. മറ്റൊരു പകരമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാട്ടോ പോകുന്നത്. പ്രതിഭയും ഷീന അനിതയൊക്കെ എല്ലാം എടുത്ത് വെച്ച് തന്നിട്ടാണ് പോണത്. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ഫുൾ വ്യൂ. 2990. കോഫി ബ്രൗൺ തേർഡ് കളർ കണ്ടു. ഇനി നമ്മൾ അടുത്ത കളറ് ലൈറ്റ് വയലറ്റ് പറയാം. ലാവൻഡറിൻ്റെയൊക്കെ ഒരു പൊടിക്ക് ഡാർക്ക് ലൈറ്റ് വയലറ്റ് കളറിലാണ്. ഇത് ടോപ്പ്, ഇത് ബോട്ടം. പ്രിഫറൻസ് കൊടുത്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും വലിയ ദുപ്പട്ട വേണ്ടവർക്കും ഒക്കെ അതുണ്ട്. ഇനി ചെറുതാക്കേണ്ടവർക്ക് അത് കട്ട് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ അങ്ങനെയാവും. അപ്പോൾ അതങ്ങനെ അതിൽ ദുപ്പട്ട ആദ്യം എടുത്തി കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇത് ലാവൻഡറിൻ്റെ ദുപ്പട്ട. എല്ലാ ദുപ്പട്ടകളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളേ. സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് അയക്കണേ. ഇങ്ങനെ വരുന്നു 2990. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ശ്രദ്ധിക്കുക, മൊഡാൾ സിൽക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം ആ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് അത്രയും ഡെലിക്കേറ്റ് ഇതല്ല. എന്ന് വെച്ചാൽ ഷേപ്പ് പാടില്ല എന്നല്ല, അതിലാണ് അത് നമ്മൾ 3 പീസ് കട്ടിംഗ് ഒക്കെ ചെയ്യാതിരിക്കുക എന്നല്ല. കാരണം സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരി പാടുള്ള മെറ്റീരിയലാണ് മൊഡാൾ എന്ന് പറഞ്ഞാൽ. നോർമൽ ടോപ്പ് ചെയ്യായിരിക്കും ഇതിൽ ഭംഗി. അപ്പോൾ പ്ലസ് അങ്ങനെ ദുപ്പട്ടയ്ക്ക് ഇത്രയും വീതി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ വിടുത്ത് കുറച്ച് കട്ട് ചെയ്തിട്ട് യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇനി അതിൻ്റെ ടോപ്പ് പിടിച്ച് കാണിച്ചു തരാം. ടോപ്പും ദുപ്പട്ടയും കൂടെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നു. ദാമനേരിയയിൽ വർക്ക് വരുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് വേണേൽ തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് താഴേക്ക് ഇങ്ങനെ 2 തരത്തിലും എടുക്കാം കേട്ടോ. എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ദാമനേരിയയിൽ വർക്ക് വരുന്ന പോലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദുപ്പട്ടയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് യോക്ക് പോലെയും കൊടുക്കാം. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ബോട്ടം ഇതാണ് വരുന്നത് സ്ലബ് സിൽക്കിൽ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ലൈറ്റ് വയലറ്റ് ലാവൻഡർ ഷെയ്ഡിൽ. താഴേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇങ്ങനെ ദുപ്പട്ട. ഇത് ഇഷ്ടം പോലെ വലുപ്പമുണ്ട്. 2990 2990. അതായിരുന്നു ആ സെറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാടാമല്ലി കളറിൻ്റെ ആ ഒരു ബർഗണ്ടിയുടെ ഇടയിൽ വരുന്ന സുന്ദരി കളർ എന്ന് പറയും. ഇങ്ങനെ വരുന്നു. ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക്. ഇതാണ് ടോപ്പ്. ബോട്ടം ഒരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡിൽ ബോട്ടം വരുന്നു. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് അത് പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണേ. ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞാൽ ഒറ്റ മെസ്സേജിൽ നമുക്ക് കാര്യം നടക്കാം. അവർ അവൈലബിൾ ആയത് വേഗം നോക്കി ഇതെല്ലാം ഡീറ്റെയിൽസ് തരും. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഈ ദുപ്പട്ട ഓപ്പൺ ചെയ്ത് ആദ്യം കാണിക്കാം. ഇങ്ങനെ വരുന്നു. നല്ല ലെങ്ത്തും വെടുത്തുള്ള പ്രീമിയം ദുപ്പട്ട. അപ്പോൾ കല്യാണങ്ങൾ, ഫെസ്റ്റിവൽ അതിനൊക്കെ വേണ്ടവർ ഇങ്ങനെ വരുന്നു. ഇതാണ് ദുപ്പട്ട. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് കാണാം. പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. 2990. ഇങ്ങനെ വരും. ദാമനേരിയ പിന്നെ തിരിച്ച് പിടിച്ച് കാണിച്ചു തരാം. ബാക്ക് സൈഡ് പ്ലെയിൻ ആണേ. ഫ്രണ്ട് സൈഡിലേക്കാണ് ഈ വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ്. ഇത് ബോട്ടം. ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. $2990. അപ്പോൾ ഈ ഒരു കളർ കണ്ടു. ഇനി പർപ്പിളും ഒരു മെറൂണും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറല്ലേ. നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക്. ഇങ്ങനെ വരുന്നു. സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വരുന്നേ. വീഡിയോ കുറേ പേര് ഫുൾ സ്ക്രീൻ കാണുന്നില്ല. ജസ്റ്റ് അതിൻ്റെ താഴെ ഒരു സ്ക്വയർ പോലെ റെക്റ്റാങ്കിൾ പോലെ ഒരു സംഭവം വരില്ല, ഒരു ബോക്സ് പോലെ. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ ഫുൾ സ്ക്രീനിലേക്ക് വരും. ഫുൾ സ്ക്രീനിൽ കാണണേ. ഇനി കുഞ്ഞുമക്കളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഇത് പോർട്രേറ്റ് മോഡൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് രണ്ടും നമ്മൾ റെഡിമെറ്റീരിയലിൻ്റെ വീഡിയോ ആയിട്ട് വ്യത്യാസമുണ്ട് എടുക്കുന്ന രീതിക്ക്. അതുകൊണ്ട് ഫുൾ സ്ക്രീനിൽ കണ്ടിട്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണേ. ഇത് ബ്ലാക്ക് ടോപ്പ്, ഇത് ബോട്ടം. ഇത് കണ്ടോ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. നമ്മൾ ദുപ്പട്ട മറ്റേ കോഫി ബ്രൗണിൻ്റെ ദുപ്പട്ടയായിട്ട് മാറല്ലേ. ഇനി ബ്ലാക്കിൻ്റെ കൂടെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ താഴേക്ക് ബ്ലാക്ക് കളർ തന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ ഫുൾ വ്യൂ ആദ്യം കാണിച്ചു തരാം.
ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇതുണ്ടോ ബ്ലാക്കിൽ ഇങ്ങനെ. ഇനി നമുക്ക് ടോപ്പ് കാണാം. ടോപ്പിനെ യോക്ക് ഏരിയയിലേക്ക് പിടിച്ചിട്ട് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ കേട്ടോ. കാരണം അത് താഴേക്ക് കിടക്കുന്നതുകൊണ്ട് ആ വർക്ക് ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ വിചാരിച്ചിട്ട്. ഇതാണ് ബാക്ക് പീസ് വരുന്നത് ഇങ്ങനെ. അപ്പോൾ ബ്ലാക്ക് ലവേഴ്സിന് ഇതാ അത് മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ് ഇതാ ഇങ്ങനെ വരുന്നു. പ്യുവർ മഡാൽ സിൽക്കാണേ. ഇത് ബോട്ടം. ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണ് പ്രീമിയം മെറ്റീരിയൽസ് തന്നെ കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ കാഷ്വൽ വെയർസും കാണിക്കാൻ ഇപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു. ട്രെൻഡിങ് മെറ്റീരിയലിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്, ഒരു ആർട്ടാണ്. അതിനെ സെറ്റാക്കുക. അപ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ അല്ല, അതിന് ടൈമും ഇല്ല, പെട്ടെന്ന് ഫംഗ്ഷന് പോകണം, റെഡി ടു സ്റ്റിച്ച് ആയിട്ട് വേണം. അങ്ങനെയുള്ളവർക്കൊരു ഓപ്ഷനാണ് ഈ ചുരിദാർ സെറ്റ് 3 പീസ് സെറ്റ് വരുന്നത്. ട്രെൻഡിങ് മെറ്റീരിയൽ വെച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടുക പറഞ്ഞാൽ അതൊരു വേറൊരു വെറൈറ്റി. നമ്മുടെ ഓൺ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിങ്ങനെ വരുന്നു ബ്ലാക്കിൽ 2990 2990 ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഗ്രേപ്പ് വൈൻ കളർ. അപ്പോൾ നമ്മൾ വയലറ്റും ബർഗണ്ടി ആയിട്ടൊന്നും ആ പർപ്പിൾ കാണിച്ചതായിട്ടൊന്നും മാറല്ലേ. ഇങ്ങനെ വരുന്നു. ഇത് നല്ല ഡാർക്ക് വയലറ്റ് വൈൻ കളറിൻ്റെ ഡാർക്ക്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനേക്കാളും അങ്ങനത്തെ അല്ല, സ്ക്രീൻഷോട്ട് ക്ലിയർ ആവുമല്ലോ, കളർ വ്യത്യാസമുണ്ട്. അങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. ആ ദുപ്പട്ടയുടെ ലാസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം കേട്ടോ. ഏതാണെന്നുള്ള കളർ കറക്റ്റ് എഴുതണേ. ഇങ്ങനെ വരുന്നു. ഇത് എല്ലാം ഭംഗിയുണ്ട്. വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി മോഡലും അല്ലേ. അപ്പോൾ ഇതിൽ വരുന്നു. അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെ വരുന്നു. ടോപ്പ് പ്യുവർ മൊഡാൽ സിൽക്കാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം വരുന്നു ഇങ്ങനെ. അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ. അപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ടയോട് കൂടിയ 3 പീസ് സെറ്റ് 2990 2990 രൂപ ഇങ്ങനെ വരുന്നു. പ്യുവർ മൊഡാൽ സിൽക്കിലാണ് വരുന്നത്. അങ്ങനെ ഇനി ലാസ്റ്റ് വൺ നല്ല മെറൂൺ കളർ, ഡാർക്ക് മെറൂൺ ആണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇത് വരുന്നു ബോട്ടം. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ആ ഒരു സിൽക്കിൻ്റെ സുഖമുള്ളൊരു കൂൾ ഫാബ്രിക് അല്ലേ മൊഡാൽ. അപ്പം അതിൻ്റെ ഏറ്റവും ഇതിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മിസ്സാക്കണ്ട കേട്ടോ. ഞാനത് നമ്മൾ ബനാറസിയിലെ യുണീക്ക് പീസസ് ഒക്കെ പോലെ തന്നെ ഇതൊക്കെ നമുക്ക് മൊഡാലിലൊക്കെ റെയറായിട്ട് കിട്ടുന്ന ഓരോ സംഭവങ്ങളാണ്. ഇതിനി ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു അതിൻ്റെ ബോട്ടം അങ്ങനെ കണ്ടു. നമ്മൾ ടോപ്പ് ആദ്യം കാണാം. ഇങ്ങനെ വരുന്നു. ഇത് ശരിക്കും ദാമനേരിയയിലേക്ക് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി വരിക കേട്ടോ. അതുണ്ടോ ഡിസൈൻ 2 തരത്തിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരി കളറായിട്ട് ഒഴുകി കിടക്കും. ടോപ്പ്. ഇത് ബോട്ടം കേട്ടോ. ഇത് ബോട്ടം സ്ലബ് സിൽക്കിൽ. ദുപ്പട്ട വരുന്നു ഇങ്ങനെ. പ്യുവർ മൊഡാൽ സിൽക്കിൽ 2990 രൂപയുടെ 3 പീസ് സെറ്റാണ് നമ്മൾ കണ്ടത്. ടോപ്പും ദുപ്പട്ടയും മൊഡാൽ സിൽക്ക്, ബോട്ടം സ്ലബ് സിൽക്ക്. ഇനി അടുത്ത സൂപ്പർ ഐറ്റം, അടുത്ത പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വരുന്നതാണ്. ബനാറസി സിൽക്കിൽ വരുന്നത്. ഇതിൽ കോപ്പർ സിൽക്കാണ് വരുന്നത്. അതിൽ 4 ബ്യൂട്ടിഫുൾ കളേഴ്സ്. ഫസ്റ്റ് വരുന്നത് ഗ്രീൻ ആണ്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ബ്ലാക്ക് വരുന്നു. പിന്നെ പർപ്പിൾ വരുന്നു. നമ്മൾ ആ ഒരു വൈൻ കളർ പറയില്ലേ അത്. പിന്നെ നേവി ബ്ലൂ, നല്ലൊരു ഭംഗിയുള്ള സുന്ദരി ബ്ലൂ. ടീൽ ബ്ലൂവിൻ്റെ നേവി ബ്ലൂവിൻ്റെ ഇടയിൽ വരുന്ന സുന്ദരി കളറാണ്. ഇതിലിങ്ങനെ വരുന്നു. ഇതിൽ നമ്മൾ ബനാറസി, ഇത് നമ്മൾ അന്ന് കണ്ടത് ദാമനേരിയയിൽ വർക്കായിരുന്നു. ഇതും നമ്മൾ വന്നിട്ടുണ്ട്. ഇതിൽ അല്ല അന്ന് വന്നത് യോക്ക് പോർഷനിൽ വർക്കായിരുന്നു. ഇപ്പോൾ ഇതിന് തൊട്ടുമ്പത്തെ വീഡിയോയിൽ വന്നത് ഇത് ദാമനേരിയയിൽ വർക്കും. കൂടാതെ നമുക്ക് വിടുത്തി കാണുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിൽ വരുന്നത് അതിൻ്റെ ഞാൻ ആദ്യം കാണിച്ച പോലെ അതിൽ ആ ദുപ്പട്ട ആദ്യം എടുത്ത് കാണിക്കേ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. അത് സൈസ് പറയണ്ടേ. സൈസ് വരുന്നത് ടോപ്പ് വരുന്ന 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ. ഇതിൽ നമ്മൾ സ്ലീവിനായിട്ടൊരു എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട്.
ബോട്ടം വരുന്നത് 2 മീറ്റേഴ്സ്, 2 മീറ്റർ. ബോട്ടം ഒരു സാധാ ഒരു സാൻഡോൺ ആ ഒരു ടൈപ്പിൽ ആ ഒരു സിന്തറ്റിക് മിക്സുള്ള സംഭവം തന്നെ. ഏത് പ്രീമിയം സെറ്റ് വരുമ്പോഴൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് പോപ്ലിൻ ബോട്ടം എന്ന് പറഞ്ഞാൽ അതൊരു നമുക്കൊരു പറയാൻ പറ്റും അത് നല്ലൊരു സുഖമുള്ളത്. നമ്മൾ സെറ്റ് വരുമ്പോൾ എന്തായാലും ആനയൊക്കെ അങ്ങ് ഉഷാറാണ്, അതിൻ്റെ തോട്ടി അത്ര ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ സെറ്റിൽ അധികം ബോട്ടം പ്രാക്ടിക്കലി ചിന്തിച്ചാൽ എപ്പോഴും അങ്ങനെ കാണാറുള്ളത്. നമ്മുടെ ഫോൾട്ട് അല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കി വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില പ്രീമിയം സെറ്റിൻ്റെ ബോട്ടമൊക്കെ ശരിക്കും ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്ത പോയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരും, ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ബോട്ടത്തിനെ കുറിച്ച് എപ്പോഴും ചിന്ത വേണേ. നമ്മൾ സെറ്റാണെന്ന് വിചാരിച്ചിട്ട് ടോപ്പും ബോട്ടം എല്ലാം ഒന്നിച്ച് വഴി കഴുകരുത്. ഇതിൻ്റെ അല്ല, നമ്മൾ ഓരോന്നിൻ്റെ ആണെങ്കിലും അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ വെക്കണം. അറിയുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെക്കാളും അറിയുന്നുണ്ടാവുമല്ലോ. ടോപ്പ് 2.5 മീറ്റർ, ബോട്ടം 2 മീറ്റേഴ്സ്, ദുപ്പട്ട വരുന്നത് 2.30, 2.25, 30 അതിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ദുപ്പട്ട കാണാം. ഇങ്ങനെ വരുന്നു, ബനാറസി സിൽക്കിൽ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു, കോപ്പർ ബുട്ടാസാണ് വരുന്നത്. കോപ്പർ ബുട്ടാസും ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ. അപ്പോൾ പാർട്ടി വെയർ കൺസെപ്റ്റിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ദുപ്പട്ട ആദ്യം കാണിച്ചു, 4 സൈഡിലും ഈ ബോർഡറും വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ശരിക്കുള്ള ആ ഒരു സിൽക്കിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന നമ്മളൊരു പാർട്ടി വെയർ നമ്മൾ കല്യാണങ്ങൾ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ആണെങ്കിലും ഒക്കെ പറ്റുന്നത്. ഇനി ഞാനതിൽ ഒന്ന് കാണിച്ചു തരാം. അതിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു. ഇനി ബാക്കിയുള്ള പീസസിന് ഞാൻ ജസ്റ്റ് ഇത് ബോട്ടം മാറ്റി കാണിക്കുന്നില്ല, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ടോപ്പ് വരുന്നത്. സ്റ്റിക്കറിങ് മാറ്റട്ടെ. നമ്മളൊരു ലൈൻസ് പാറ്റേണിൽ ആ ഒരു സരി ബോർഡേഴ്സ് പോലെ ആ സരി വർക്ക് കണ്ടോ, നല്ല കസവിൻ്റെ ആ ഒരു വർക്ക്, നമ്മൾ അതിൻ്റെ പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ആ ഒരു വർക്ക് ഇങ്ങനെ വരും ടോപ്പ്. അപ്പോൾ അത് ദുപ്പട്ടയോട് കൂടി നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ടോപ്പും ദുപ്പട്ടയും കൂടെ ഇങ്ങനെ വരും. ബോട്ടം കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വരുന്നു, 1890, 1890 റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇത് ഇങ്ങനെ ടോപ്പും, ടോപ്പിൻ്റെ ബാക്ക് പീസ് ഇതാ ഇങ്ങനെ വരുന്നു, പ്ലെയിന് ഇങ്ങനെ വരുന്നു. ഇനി അപ്പോൾ പ്ലസ് സൈസുള്ള ആൾക്കാർക്ക് കൂടെ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, സ്ലീവിനായിട്ട് ഇങ്ങനെ ഒരു പീസ് വേറെയും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതുണ്ടോ, ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു 3/4 സ്ലീവ് സുഖമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ സെറ്റിൻ്റെ പ്രീമിയം സെറ്റിൻ്റെ റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് പക്ഷേ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ഇതാണ് കേട്ടോ. 1890 നമുക്കൊരു ബനാറസി സെറ്റ് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ പ്രീമിയം സെറ്റ് തന്നെയാണ്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരുന്നു, ഒരു സാൻറ്റൂൺ ഫാബ്രിക്കാണ്. അതിലൊരു സാറ്റിൻ ഫിനിഷുള്ളൊരു സാൻറ്റൂൺ, അങ്ങനെ ഒരു ടൈപ്പ് സാറ്റിൻ കോട്ടൺ അല്ല. ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ഇത്. നമുക്കൊരു ലൂസ് പാരലൽ അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു, ഗ്രീൻ കളറിൽ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ്, 1890 രൂപ സെറ്റിൻ്റെ ഇതിങ്ങനെ. അപ്പോൾ ഫസ്റ്റ് കളറ് ഗ്രീനിൽ അങ്ങനെ കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇനി ബ്ലാക്കിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കുന്നില്ല കേട്ടോ, ബോട്ടം. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. പ്രത്യേകിച്ച് യോക്കൊന്നുമില്ല, ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാം. ദാമനേരിയയിലാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്, ബ്ലാക്കാണ്. അപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ, ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചിട്ട്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ, 1890, 1890 രൂപ ഇങ്ങനെ വരുന്നു ദുപ്പട്ട. 4 സൈഡിൽ ബോർഡറും ഗോൾഡൻ ബുട്ടീസും ഉണ്ട്. ഇങ്ങനെ വരുന്നു. ദാമനേരിയയിലേക്ക് വർക്കോട് കൂടിയ ബനാറസി സെറ്റാണ്, 1890 രൂപ ബ്ലാക്കിൽ വരുന്നു. അങ്ങനെ തേർഡ് കളർ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, പേർപ്പിൾ ഷെയ്ഡിൽ, നമ്മളാ ഒരു വൈൻ കളറ് പറയില്ലേ, ആ ഒരു കളറിൽ. അങ്ങനെ ബോട്ടം എല്ലാം ഉള്ളിൽ സാൻറ്റൂൺ ബോട്ടം തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് സെറ്റിൽ നമ്മൾ കണ്ട പോലെ സെയിം സൈസുമാണ് എല്ലാം വരുന്നത്. ഇതെങ്ങനെ വരുന്നു. അപ്പോൾ ബനാറസിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടാത്തവരും ഈ വെറൈറ്റി പാർട്ടി വെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഒക്കെ ഇങ്ങനെ വരുന്നു. കോട്ടൺ ചിക്കൻ കാരി ഓർഡർ കൊടുത്തിട്ടുണ്ട്, എന്ന് എത്തും എന്നറിയില്ല. ഇങ്ങനെ വരുന്നു ടോപ്പ്. അതിൽ ദുപ്പട്ടയോട് കൂടി വെക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. ടോപ്പ് ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു, 1890 രൂപ ബനാറസി സിൽക്ക് കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ആ ഫ്രണ്ട് പീസിൽ ആ ഫുൾ ആ വർക്ക് വരുന്നത് കൊണ്ട് നല്ലൊരു ഭംഗിയിലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇനി ഇത് ലാസ്റ്റ് കളർ വരുന്നു നമ്മുടെ സുന്ദരി ബ്ലൂ കളർ. ആ നേവി ബ്ലൂവിൻ്റെയും ടീൽ ബ്ലൂവിൻ്റെയും ഇടയിൽ വരുന്ന സുന്ദരി ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു. ബനാറസി കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു.
അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ 1890 രൂപയ്ക്ക് നല്ല പ്രീമിയം പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള സെറ്റുകൾ ബനാറസിയിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ അതായിരുന്നു നമ്മൾ സെക്കൻഡ് ഐറ്റം. അടുത്ത ഐറ്റം, അടുത്ത ജനപ്രിയ താരം നമ്മൾ ചിക്കൻ കാരി വർക്ക് വരുന്നത് കോട്ട മെറ്റീരിയൽ, കോട്ട ഡോറിയയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ 4 ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലും പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ നല്ല ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ, ആ ഒരു ചിക്കൻ കാരിക്ക് ആപ്റ്റായ കളേഴ്സ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. അതിൻ്റെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വ്യൂ മനസ്സിലാവും. ഇതെങ്ങനെ വരുന്നു, ലൈറ്റ് പീച്ച്. ഇതൊരു മൗവ് കളർ എന്ന് പറയും, ലൈറ്റ് ലാവൻഡറിൻ്റെ ആ മൗവ് കളറിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളറിൽ, പിന്നെ ഒരു യെല്ലോ കളറിൽ, പിന്നെ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, ഒരു ലൈറ്റ് പിസ്ത പോലത്തെ ഒരു നല്ലൊരു സുന്ദരി ഗ്രീൻ കളറിൽ, അങ്ങനെ 4 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ അല്ല, കോട്ടയാണ്, മനസ്സിലാക്കണേ, കോട്ട ഡോറിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് പീച്ച് കളർ. ഇതിനെല്ലാം ബോട്ടം വന്നിരിക്കുന്നത് വൈറ്റ് കളറിലാണ്. അത് എൻ്റെ സൈസ് ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ. ടോപ്പ് വരുന്നത് 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ ടോപ്പ് ഉണ്ട് കേട്ടോ. ബോട്ടം വരുന്നതും 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ ബോട്ടം വരുന്നുണ്ട്. ദുപ്പട്ടയും 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ വരുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ച് പേർക്കെങ്കിലും ആരുടെയും കുറ്റമല്ല, കോട്ടണും കോട്ടയും അറിയില്ല. കോട്ടൺ പോലെ തിക്കാ മെറ്റീരിയൽ അല്ല, കോട്ട വേറെയാണ്. ഇത് കോട്ടയാണ്, കോട്ട ഡോറിയ വരുന്നതാണ്. നല്ല പ്രീമിയം കോട്ട മെറ്റീരിയൽ തന്നെയാണ്. അതിൽ ചിക്കൻ കാരി വർക്കും കൂടെ, ചിക്കൻ കാരി വർക്കിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെയുള്ളത്. അപ്പോൾ 1980, 1980 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എന്താ ഇന്നിങ്ങനെ പ്രീമിയം മെറ്റീരിയൽ ഇത്ര റേറ്റ് എന്ന് വിചാരിക്കേണ്ടത്. ഇതെല്ലാം ഒരു നമ്മൾ സാധാ ഡെയിലി യൂസ് ആ ഒരു കൺസെപ്റ്റിലുള്ള അല്ല, പ്രീമിയം മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ. ആ അത് വാല്യൂ അതിനുള്ളത് കൊണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള റണ്ണിങ് മെറ്റീരിയൽസ് 3 പീസ് സെറ്റ് ഉള്ളത് ഞാൻ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇനി വെനസ്ഡേ വീഡിയോയിലും വരുന്നുണ്ട്, 3 പീസ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിതാ ഈ ബാക്കിൽ നിൽക്കുന്നത് മുഴുവൻ 3 പീസ് സെറ്റായിട്ട് കട്ട് ചെയ്ത് കുറേ പേര് ചോദിച്ചിരുന്നത് കാണിച്ചത്. ഞാൻ നോക്കട്ടെ, ഞാൻ ഒരു ദിവസം ഒത്തിരി പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ഒരു എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതെല്ലാം നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പല റേഞ്ചിൽ പല ആവശ്യക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഞാനിങ്ങനെ ചിലരിങ്ങനെ ഒരു തരത്തിൽ നെഗറ്റീവിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നത്, അത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണത്. അപ്പോൾ അങ്ങനെ വരുന്നു. അപ്പോൾ ഇതാണതിൽ കോട്ട ഡോറിയയിൽ ചിക്കൻ കാരി വർക്ക്. ആ വർക്ക് മാത്രമല്ല, അതിനൊരു ക്ലോസർ വ്യൂ കൊടുക്കുമോ. അതിനോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക്, സീക്വൻസ് വർക്കോട് കൂടി ഒരു ത്രെഡ് വർക്കും കൂടെ വരുന്നു അതിൽ. അപ്പോൾ ശരിക്കും ഇങ്ങനെ വരുന്നു. പിന്നെ നമുക്കറിയാലോ കോട്ട ആ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ഇത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് തിക്കായിട്ടുള്ള ലൈനിങ് തന്നെ വേണം. നമ്മൾ ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് കറക്റ്റ് ആവുക. പക്ഷേ ഇനി അത് കംഫർട്ട് ലെവലിൽ ഇതിൻ്റെ സുഖം പോകുന്നു തോന്നുന്നവർക്ക് ബ്ലൗസ് പീസ് മെറ്റീരിയലിൽ അങ്ങനെ എടുക്കാം. നമുക്ക് എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആയിക്കോണമെന്നില്ല കേട്ടോ. ബ്ലൗസ് പീസിൽ 1890, 1890 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നത് ടോപ്പിൻ്റെ വ്യൂ ഇങ്ങനെ വരുന്നു. ഇനി അതിൻ്റെ ബോട്ടം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒന്നിൽ കോട്ടണിലൊരു കാംബ്രിക് കോട്ടണിലാണ് ബോട്ടം വരുന്നത്. 2.5 മീറ്റർ ഉണ്ട് കേട്ടോ ബോട്ടം വരുന്നത്. വൈറ്റ് ആണ്. ഇങ്ങനെ വരുന്നു ബോട്ടം വരുന്നത്. വൈറ്റ് മെറ്റീരിയൽ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ നോർമൽ പോപ്പിളിൻ്റെ അത്ര തിക്കല്ല എങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോട്ടം മെറ്റീരിയൽ തന്നെ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇങ്ങനെ വരുന്നു. ഫ്രണ്ടിലെ വർക്ക് കണ്ടോ, ആ നെക്ക് നമുക്ക് ആവശ്യത്തിന് വൈഡ് കിട്ടുന്ന തരത്തിലുള്ള നെക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇനി അതിൻ്റെ ബാക്ക് പീസ് കാണിച്ചില്ല, അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഓർമ്മ. ബാക്ക് പീസ് പ്ലെയിൻ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 1890 രൂപ. ചിക്കൻ കാരിയിൽ കോട്ട ഡോറിയയിൽ ചിക്കൻ കാരി വർക്കാണ്. അങ്ങനെ വരുന്നു. നമ്മൾ സാധാരണ വരുന്ന ആ കോട്ടയല്ല, ഇങ്ങനെ വരുന്നു. ഇനി അതിൻ്റെ ദുപ്പട്ടയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ആ ടോപ്പ് ഈ പീച്ചും ബോട്ടം വൈറ്റും അല്ലേ, അപ്പോൾ അതുകൂടെ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലെയാണ് എൻ്റെ താഴോട്ട് വരുന്ന ബോർഡർ പോർഷനിൽ വരുന്നത്. ദുപ്പട്ടയിലും ഇങ്ങനെ, ഞാനത് വേറെ കാണിച്ചു തരട്ടോ, എനിക്ക് ഒന്നും പിടിക്കാൻ പറ്റില്ല. അത് കണ്ടോ, ഇങ്ങനെ വരുന്നുണ്ടോ താഴോട്ട് ആ ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയിലും ഓൾ ഓവർ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അത് സെറ്റ് ചെയ്തൊന്നുകൂടെ കാണിച്ചു തരാം. ചിക്കൻ കാരി ലൈറ്റ് പീച്ചിൽ വരുന്നു, കോട്ട ഡോറിയയിൽ വരുന്നു. ഇപ്പോൾ നമ്മൾ എന്തിലൊക്കെ കൊണ്ടുവന്നു, ജോർജറ്റിൽ ചിക്കൻ കാരി കൊണ്ടുവന്നു. ഇങ്ങനെ വരുന്നു കോട്ട ഡോറിയയിൽ 1980 രൂപ. 1980 അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞേ. മറ്റേത് ജോർജ് ബനാറസിയുടെ 1890, ഇത് 1980 രൂപ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഫസ്റ്റ് കളർ അതായിരുന്നേ. ഇനി അതിനെ അങ്ങനെ സേഫായിട്ട് മാറ്റി വയ്ക്കട്ടെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഒരു മൗവ് കളറൊക്കെ പോലത്തെ ആ ഒരു ലൈറ്റ് ലാവൻഡറിൻ്റെ കുറച്ചൊരു പൊടിക്ക് ലൈറ്റ്
ഇതാ ഇങ്ങനെ വരുന്നു. സെയിം പാറ്റേണിൽ ഇങ്ങനെ ടോപ്പ് വർക്ക്, ചിക്കൻ കാരി വർക്ക് കൊട്ടാഡോറിയയിൽ വരുന്നു. ബോട്ടം ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇത് ദുപ്പട്ടയുടെ ഈ സൈഡ്. ഈ ദുപ്പട്ടയ്ക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള ദുപ്പട്ട 4 സൈഡിലും ലേസും വെച്ചിട്ട് 4 വശത്തും ലേസും വെച്ച് നല്ല ഭംഗിയുള്ള നല്ല ലെങ്ത്തുള്ള ദുപ്പട്ട. അപ്പോൾ സൈസുള്ള ആൾക്കാർക്ക്, ഹൈറ്റൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് ഇടാം. അങ്ങനെ വരുന്നു. എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ 2 സൈഡ് ഇടാനാണെങ്കിലും ഇഷ്ടം പോലെ വലുപ്പമുണ്ട്. ഇതുണ്ടോ നല്ല വലുപ്പമുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 1980, 1980 രൂപ. അതായിരുന്നു അതിലെ സെക്കൻഡ് കളറ്. ഈ തേർഡ് കളർ വരുന്നത് യെല്ലോ. പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു യെല്ലോ. ടോപ്പ്, ഇതതിൻ്റെ ബോട്ടം, ഇങ്ങനെ വരുന്നു. ദുപ്പട്ട യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. 1980, 1980 രൂപ. ചിക്കൻ കാരി വർക്കാണ് വരുന്നത്. നമ്മൾ ഓരോ തരം വർക്ക് കാര്യങ്ങൾ, കട്ട് വർക്ക് അതിൻ്റെയൊക്കെ പറയും തോറും അതിന് വാല്യൂ കൂടും, അതിൻ്റെ റേറ്റ് കൂടുതലായി വരും. അതാണ് കാര്യങ്ങളെ. ഇങ്ങനെ വരും. നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ ഒരു ലൈറ്റ് പിസ്ത ഗ്രീനിൽ വരുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ. ഇതാണ് ഫോർത്ത് കളർ വരുന്നത്. ഇങ്ങനെ വരുന്നു ഗ്രീൻ കളർ. അതിൻ്റെ ഓഫ് വൈറ്റ് ബോട്ടം വരുന്നു. ബോട്ടം ഞാൻ ഫസ്റ്റ് എടുത്തി കാണിച്ചില്ല. സെയിം സൈസ് ഡീറ്റെയിൽസിന് ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓരോ സെറ്റിൻ്റെയും ആദ്യം അതിൻ്റെ സൈസും റേറ്റും ഒക്കെ പറയുന്നുണ്ട്. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 1980 ഇങ്ങനെ വരുന്നു. അതായിരുന്നു ഈ ടൈപ്പിൽ ലാസ്റ്റ് സെറ്റ്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്. അടുത്തത് നമ്മൾ ഓഫ് വൈറ്റ് ബേസിൽ രണ്ട് കളറേ വരുന്നുള്ളൂ. അതായത് യോക്ക് പോർഷനിലും അതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടത്തിൽ വരുന്ന ഡിഫറൻസ് വരുന്നുള്ളൂ. അത് ഒന്ന് ഓഫ് വൈറ്റിൽ മെറൂൺ ഇങ്ങനെ ഒരു പാച്ച് പോലെ, അതുകൊണ്ട് ബോട്ടം അതിനോട് ചേർന്ന് മെറൂൺ അല്ല ഒരു ബ്രിക്ക് റെഡ് പോലത്തെ. അതും നെക്സ്റ്റ് ഒരു ബ്ലാക്കിൽ വരുന്നു. ദുപ്പട്ട രണ്ടുന്നില്ല. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു പ്രാവശ്യം കാണിച്ചില്ലേ, നമ്മൾ കാന്ത കോട്ടണിൽ ബോട്ടവും ഒക്കെ വരുന്ന ആ ഒരു ഹക്കോബയുടെ സെറ്റ്, ആ ഒരു സെറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എത്തിക്കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ആദ്യം കൊടുക്കും. പുതിയ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു മോഡൽ കൊണ്ടുവന്നിരുന്നു. അന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രിയത. നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ നമ്മൾ ഓഫ് വൈറ്റിൽ ഒരുപാട് വെറൈറ്റി റണ്ണിങ് മെറ്റീരിയൽസ് വേണ്ടവർക്ക് അതിൽ കാണാം. അതിൽ നമുക്ക് 3 പീസ് സെറ്റ് വേണ്ടവർക്ക് ഇതിലൊരു വെറൈറ്റി ഐറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നോക്കൂ, ഇങ്ങനെ വരുന്ന ഇതിൽ ഓഫ് വൈറ്റ് ബേസിലാണ് വരുന്നത്. അതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നു. ഫ്രണ്ട് പീസ് ഹക്കോബേ വരുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് പോലെ ഒരു ഇതും, നമ്മൾ താഴെ ഇങ്ങനെ ഒരു ദാമൻ ഏരിയയിൽ ഒരു ബോർഡർ പോലെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്തും സൈസ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ടോപ്പ് 2.5 2.5 മീറ്റർ ഉണ്ട്. ബോട്ടം 2 മീറ്റേഴ്സ്. ദുപ്പട്ട 2.3 2.30. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് ഇത് ഞാൻ പറഞ്ഞുതരാം, ഉള്ള കാര്യം പറഞ്ഞുതരാം. ശരിക്കും ഇതൊക്കെ നല്ല പ്രീമിയം സെറ്റുകളാണെങ്കിൽ പോലും അതിൻ്റെ കണ്ടോ ബാക്ക് പീസിൽ വരുന്നത് ഈ മെറ്റീരിയൽ കനം കുറഞ്ഞ മെറ്റീരിയലാണ്. ലൈനിങ് എന്തായാലും യൂസ് ചെയ്യണം. അത് നിങ്ങൾക്കൊരു വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ ഇതിൽ ഈ ഒരു പീസിന് പകരം നമ്മൾ കോട്ടൺ ഫ്ലെക്സ് കാണിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, 140 or 120 റേറ്റ്. അത് 1.25 മീറ്റർ എടുത്ത് നിങ്ങൾക്ക് ബാക്ക് പീസ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ ബാക്ക് പീസിൻ്റെ ലൈനിങ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കേട്ടോ, ഒരു ഓപ്ഷൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു സെറ്റിന് എന്തായാലും ലൈനിങ് വെച്ച് ചെയ്യേണ്ട സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞേ ഉള്ളൂ. ഇതിനെ ഒരു നെഗറ്റീവായിട്ട് കാണണ്ട, ഞാനൊരു പോസിറ്റീവ് സൈഡ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഉള്ള കാര്യം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇത്. പിന്നെ നമ്മൾ ഇതിലൊക്കെ ഈ വരുന്ന ബോട്ടം ഒരു മിക്സഡ് മെറ്റീരിയലാണിതാ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. ഇതാണ് ബോട്ടം, 2 മീറ്ററുള്ള ബോട്ടം. അപ്പോൾ തന്നെ അത് അത്രയും വരുന്നു. അതിന് ഒരുപാട് തിക്നെസ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വരുന്നു. പക്ഷേ ഈ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പും ബോട്ടും ദുപ്പട്ടയും എല്ലാം കൂടെ കൂടുമ്പോൾ അതിൻ്റെ ഒരു ആനച്ചന്തത്തിലേക്ക് വരികയാണ്. അതൊരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെ ടോപ്പ് ഫ്രണ്ട് പീസ് അക്കോബയാണ് വരുന്നത്. ഇങ്ങനെ അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ. അപ്പോൾ ആ ഒരു സെറ്റായിട്ട് വെയർ ചെയ്യുന്നതിൻ്റെ ഒരു ലുക്ക് അതൊന്ന് വേറെ തന്നെയാണ്. റേറ്റ് വരുന്നത് 1250 1250 രൂപ. അപ്പോൾ നോക്കുമ്പോൾ ഹക്കോബയിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റോട് കൂടിയ ഒരു സെറ്റ് ദുപ്പട്ടയോട് കൂടി. നമ്മൾ ദുപ്പട്ട വരുന്നത് മൽക്കോട്ടൺ ഒരു സൂപ്പർ നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്, കോട്ടൺ നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ. അത് കണ്ടോ ഇങ്ങനെ വരുന്നു. മൽക്കോട്ടനും അല്ല, ആ ഒരു സൂപ്പർ നെറ്റ് പോലത്തെ അങ്ങനെ ഒരു സംഭവമാണ് ഇത് സംഭവം.
അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ തരാം ഞാൻ. ഇത് കണ്ടോ, ഇതാണ് നെറ്റ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ എങ്ങനെ വരുന്നു, നമ്മൾ ഓർഗൻസേ അല്ല, സൂപ്പർ നെറ്റും അല്ല, മൽക്കോട്ടനും അല്ല, അത് ആ ഒരു ഫീല് തരുന്ന ഒരു ദുപ്പട്ട. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാഞ്ഞിട്ടാണ്. 4 സൈഡ് ലേസ് ഉണ്ട് കേട്ടോ, 4 വശത്ത് ലേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു സെറ്റ് 1250 രൂപയ്ക്ക് ശരിക്കും വേർത്താണ്. ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ്, ബോട്ടം ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു മെറൂൺ ഷെയ്ഡ്, ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ്. ഇനി അതിൻ്റെ സെക്കൻഡ് വരുന്നത് ബ്ലാക്കിലാണ്. ഇതാ ഇങ്ങനെ വരുന്നു, സെയിം സംഭവം തങ്ങൾ തന്നെ, പക്ഷേ ഇതാ ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്. അപ്പോൾ ഓഫ് വൈറ്റ് സെറ്റ്, കുറഞ്ഞ ചിലവിലൊരു സെറ്റ് ഓഫ് വൈറ്റിൽ വേണ്ടെന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സാണിത്. ബോട്ടം വരുന്നത് ഇങ്ങനെ ബ്ലാക്ക്, അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുക എടുക്കാൻ സൗകര്യത്തിന്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ദുപ്പട്ടയെ വിടുന്നു വാ, ഇതാ ഇങ്ങനെ 1250 രൂപ, 1250. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഓക്കെയോ? അപ്പോൾ കാഷ്വൽ വെയർ ആയിട്ടുള്ള സെറ്റുകൾ വരാട്ടെ. ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊന്നും കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് ഇത് അർജൻറ്റായിട്ട് വീഡിയോസ് ചെയ്തിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഓരോന്നോരോന്നായിട്ട് നോക്കി വന്ന് ഒരു റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തേക്കുന്നത് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയും വെറൈറ്റി റണ്ണിങ് മെറ്റീരിയൽസുമായിട്ട് നാളെ കാണാം. അതിനിടയിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് വരാം. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.